ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളുടെ സ്വന്തം ശരണിയാണേ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആണ്. അപ്പോൾ ഒന്ന് രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ചിട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാമെന്ന് ചോദിച്ചു. എന്നും നമ്മൾ വന്ന് കഥ ഉറക്കുന്ന മടുക്കളയൊക്കെ അല്ലെങ്കിൽ കാണിക്കുന്നത്. ഇന്ന് കുറച്ച് മുറ്റമൊക്കെ അടിച്ചിട്ട് ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ എല്ലാം ചെയ്യാമെന്ന് ചോദിച്ചു. രാവിലെ അങ്ങ് മുറ്റം അടിക്കുകയാണ്, പിന്നീട് വെയിലാവും. പിന്നെ കുഞ്ഞിനെ പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രമേ എനിക്ക് മുറ്റം അടിക്കാൻ പറ്റൂ. അങ്ങനെ ഇവർ മുറ്റം അടിച്ചടിച്ച് വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു വലിയൊരു ഗുഹ പോലെ തുറന്നിട്ടിട്ടുണ്ട് എലി. ഇനി അത് അടയ്ക്കണം, അത് പിന്നെയെങ്ങാനും അടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ മുറ്റമൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ അവിടെ ഞാൻ അരി അടപ്പത്തിട്ടിട്ടാണ് ഇവിടെ വന്ന് നിന്ന് മുറ്റം അടിച്ചത്. അപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഒരു ബഹളം കേട്ടു. വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു കുക്കറിനകത്ത് നിന്ന് അരി അടപ്പത്ത് ഇട്ടിരുന്ന ആ ഒരു കുക്കറിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം തെറിച്ച് ഷൂന്നിങ്ങനെ വരുമായിരുന്നു. ഞാൻ വിചാരിച്ച് പൊട്ടിത്തെറിക്കും, ഭയങ്കര സൗണ്ടുമായിരുന്നു. ഇവിടെ മൊത്തം അങ്ങ് ആയി കേട്ടോ. ഈ കഞ്ഞിവെള്ളം ആ ഒരു ചൂടോടെ ഇങ്ങനെ വന്ന് എല്ലായിടവും വീണ് ആകെ കുളമായി. ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ മൊത്തം എൻ്റെ ദേഹം മൊത്തം പൊള്ളിപ്പോയാനെ. അത്രയ്ക്ക് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഷൂ എന്താ ഈ ഒരു ഹോളിൽ കൂടി ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സൗണ്ട് കേട്ടു, അങ്ങനെയാണ് ഓടി വന്നത് കേട്ടോ. എന്തോ എനിക്ക് അറിയത്തില്ല, ഇന്ന് എനിക്ക് എന്ത് തോന്നിയിട്ടാണ് ഞാൻ പുറത്ത് മുറ്റം അടിക്കാൻ പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. രാവിലെ ഞാൻ അങ്ങനെ രാവിലെയും മുറ്റം അടിക്കാറില്ല. രാവിലെ ഇതാ ഇവിടേക്ക് ഒന്ന് നമ്മൾ ഫുഡെല്ലാം കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് കുഞ്ഞിനെയും പറഞ്ഞു വിട്ടിട്ടാണ് മുറ്റം അടിക്കാൻ പോകുന്നത്. ഇന്ന് എനിക്കിങ്ങനെ തോന്നി രാവിലെ മുറ്റം അടിച്ചതിന് ശേഷം വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം എന്നിങ്ങനെ തോന്നിയത് കൊണ്ട് രാവിലെ അരിയടപ്പ് ഇട്ടിട്ട് പിന്നെ മുറ്റം അടിക്കാൻ പോയ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ വിസിൽ വന്നു, ഞാൻ തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഈ എയർ നിൽക്കുമല്ലോ അതിനകത്ത്. അത് കഴിഞ്ഞിട്ടും ആ എയറാണ് ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ പൊങ്ങി വന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ശരി ഇപ്പം ഞാൻ മൊത്തത്തിൽ പൊള്ളി ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് എന്ത് സ്ഥിതി ആവുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. മിക്കപ്പോഴും ഞാൻ അതിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അരി അടപ്പത്തിട്ടിട്ട് അതിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും കറികൾ വെച്ചുകൊണ്ടാക്കി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ പൊന്നേ, എൻ്റെ കാര്യം തീരുമാനമായാനെ. എന്തോ ദൈവപുണ്യം കൊണ്ടിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. എനിക്ക് എന്തോ എൻ്റെ മനസ്സ് തോന്നി ഇന്ന് രാവിലെ തൂക്കാൻ പോയത് എന്തോ വലിയ കാര്യം, അത്ര തന്നെ. അല്ലാതെ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. അങ്ങനത്തെ അവിടെ അങ്ങ് വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഒന്ന് തുടച്ച് വൃത്തിയാക്കാതെ നമുക്ക് ഇനി പരിപാലനം കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ഒന്ന് വെള്ളമൊക്കെ തൊട്ട് തുടച്ചു ഒന്ന് വൃത്തിയാക്കി. ഇനി ചെറുതായിട്ടൊന്ന് എല്ലാം ശരിയാക്കി ഇടുന്നേ ഉള്ളൂ. ബാക്കി ഇനി പിന്നെയും കാണാൻ നമുക്ക് കുക്കിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തുടയ്ക്കാം, കാരണം ഇല്ലെങ്കിൽ സമയം പോകും. അങ്ങനെ ഇപ്പോൾ ഞാൻ നിലമൊക്കെ ഒന്ന് തുടച്ചു. നല്ലപോലെ പശയായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു. കഞ്ഞിവെള്ളമല്ല, അപ്പോഴത്തേക്ക് എല്ലായിടും ഒട്ടുമല്ലോ. കുഞ്ഞിനാണ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ സ്ലിപ്പ് ആവുകയും ചെയ്യും, നല്ലപോലെ സ്ലിപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരേ വേണ്ട, ഞാൻ അങ്ങോട്ടെല്ലാം കൊണ്ട് തരാമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ അരി വെന്ത് ഞാനൊന്ന് അടച്ചല്ല നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുമല്ലോ. അതിനുശേഷം നമ്മളിന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ത്രില്ലടിച്ച് നിന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. ആകെ ഒരു മനസ്സമാധാനക്കേടായെന്ന് വേണം പറയാൻ. എന്നാലും പോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത്രയൊക്കെയല്ലേ സംഭവിച്ചോളൂ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഐറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ റൈസ്, ഒരു പ്രത്യേക തരം റൈസാണ്. ഇതിന് പേരെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താ പറയുക, ഒരു തട്ടിക്കൂട്ടോ ഇല്ലെങ്കിൽ ഒരു ഉടായ്പ് റൈസ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. വെജിറ്റബിളൊക്കെ കുറച്ച് ഇട്ടിട്ടാട്ടോ റൈസ് ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റിലാണ്, ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്, ഒരു ബീൻസ് ഉണ്ടായിരുന്നു, അതും കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഉള്ളിയും കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ, നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തും കൂടെ അതിനകത്ത് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, കാരണം അത് വേവാൻ കുറച്ച് സമയം എടുക്കും, ഉള്ളി പെട്ടെന്നാവുമല്ലോ. അങ്ങനെ പിന്നീടാണ് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെന്ത് വരണം കേട്ടോ, ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ഇതൊന്ന് വെന്ത് വന്നാൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാനാണ്. ഈ പന്ന പുട്ടുപൊടിയാണ് ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്നത്. ആകെ ശോകമാട്ടോ ഈ സാധനം. ഇത്രയും ഒരു പന്ന സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ. കാരണം ഇതിന് മുന്നേ നമ്മൾ പുട്ടുപൊടി അങ്ങനെ സെപ്പറേറ്റ് മേടിക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല, പൊടിച്ച് എടുക്കാറാണ് പതിവ്. കാരണം വീട്ടിൽ നിന്ന് എനിക്ക് അമ്മ എപ്പോഴും പൊടിച്ചൊക്കെ കൊണ്ടുതരും, അപ്പോൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് തീർന്നത് കൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ഓവർ മേടിച്ച് കേട്ടോ. ഇത് ആദ്യം ഞാൻ ഉണ്ടാക്കിയതിൻ്റെ അന്ന് ശരിക്കും പറഞ്ഞാൽ കല്ല് മാതിരി ഇരിക്കുകയാണ്. അതും നമ്മുടെ കയ്യിൽ പൊടിയേരി ഉണ്ടല്ലോ, അതേപോലെയാണ് ഇതിനകത്ത് പുട്ടുപൊടി കിടക്കുന്നത്, നല്ല പൊടിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാനിത് കളയാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ലോ. അന്നത്തെ ആ ദിവസം ഞങ്ങൾ പുട്ടുണ്ടാക്കിയിട്ട് കുഞ്ഞിനൊട്ടും കഴിച്ചേ ഇല്ല, പിന്നെ എടുത്ത് കളയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇന്നിത് ഒന്നും കൂടെ പൊടിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയായിട്ട് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ കൊള്ളാം, ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയത് കേട്ടോ. ഇനി നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ബിരിയാണി മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ബിരിയാണി മസാല എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളതുകൊണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നു, കാരണം ഇതിന് മുന്നേ ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടി മേടിച്ചാണ്, പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തു. പക്ഷേ ഈ ബിരിയാണി മസാല ഇടുമ്പോൾ ഭയങ്കര ഒരു ഫ്ലേവറും അടിപൊളി ടേസ്റ്റുമാണ്. ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതിൽ വരും.
കേട്ടോ. അങ്ങനെ അതൊക്കെ ആ പൊടികളൊക്കെ ഇട്ടൊന്ന് പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കാണും. ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിക്കാവൂ കേട്ടോ. അപ്പോൾ ഒരുപാടായി പോയത്, കാരണം ആ ഒരു അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി അധികം വെന്ത് പോകാതെ നോക്കണം, കാരണം രാവിലെ നമ്മുടെ അരി ഒരുമാതിരി ആയതുകൊണ്ട് ഇച്ചിരി ഒന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അരി നന്നായിട്ട് വെള്ളം തോന്നിട്ട് വേണം ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഒരുമാതിരി കുഴഞ്ഞിരിക്കും കേട്ടോ. വെന്ത് പോയാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും കുഴഞ്ഞിരിക്കും. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ആ ഒരു റൈസ് ആ ഒരു മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരി ഉടയാതെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതുകൂട്ട് ഒരു തടിയുടെ ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഒരു മിക്സായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചും കൂടെ നമ്മൾ നെയ്യും കൂടെ ഒന്നും കൂടെ തൂക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര മണമാണ്, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് കറി വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് അടിപൊളി സംഭവമാണ് കേട്ടോ. കുഞ്ഞിനാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് നിർബന്ധം ഒന്നും കൂടെ ഉണ്ടാക്കി, നീ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള റൈസൊക്കെ ഉണ്ടാക്കി തന്നാൽ മതി എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. കുഞ്ഞിനിങ്ങനെ അധികം കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, റൈസ് വെറൈറ്റി ആയിട്ട് വെച്ച് കൊടുക്കണം. ഒന്നീ നമ്മൾ ലെമൺ റൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ റൈസോ അല്ലെങ്കിൽ ഇതുകൂട്ട് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അപ്പം നമുക്ക് ഇതിന് പേര് വേണമെങ്കിൽ വെജിറ്റബിൾ റൈസ് എന്ന് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പപ്പടമൊക്കെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. കൊണ്ടുപോകാനും പപ്പടവും റൈസും മാത്രമേ എടുത്തിട്ടുള്ളൂ. സലാഡും അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞിന് പിന്നെ ഇതുകൊണ്ട് പപ്പടം മാത്രം മതി എന്ന് പറഞ്ഞു, സലാഡ് വേണ്ടാന്ന് പറഞ്ഞു. അച്ചാർ പിന്നെ ആ മനുഷ്യൻ തൊടത്തേയില്ല, അതുകൊണ്ട് പിന്നെ കൊടുത്തില്ല. പിന്നീട് നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടും പയറും പിന്നെ പപ്പടവും ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു, വേറെ പാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് കുഞ്ഞിനെയും അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നീട് എനിക്ക് പിന്നെ അല്ലറ ചില്ലറ അല്ലാത്ത ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് കറി വെക്കാൻ ഒന്നും കിടപ്പില്ലായിരുന്നു, ഇതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാകുമ്പോൾ കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല, കാരണം മസാല എല്ലാം കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് നമുക്കൊരു ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ അധികം കറിയൊന്നും യൂസ് ചെയ്തില്ലല്ലോ. പപ്പടവും സലാഡും അച്ചാറും അങ്ങനെയൊക്കെയല്ലേ യൂസ് ചെയ്യും. അത് തന്നെ സെയിം നമുക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ പിന്നെ ഇതാ ജോലിയൊക്കെ ഒരുവിധം ഒന്നും ആയതിന് ശേഷം പിന്നെ എൻ്റെ ചില്ലറ പണിയുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഫുഡ് കഴിക്കാനിരിക്കുമായിരുന്നു. അപ്പം ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ പരിപ്പല്ലല്ലോ പയറും പുട്ടും പപ്പടവും കൂടെ കഴിക്കുന്നത് തന്നെ. പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് ഈ പുട്ടും പയറും പപ്പടവും കൂടെ കഴിച്ചപ്പോൾ എനിക്ക് മമ്മീനെ ഓർമ്മ വന്നത്. മമ്മിയുടെ ഫേവറേറ്റ് ഐറ്റം ആട്ടോ. മമ്മി ഇങ്ങനെ എപ്പോഴും പറയും നമുക്കിന്ന് പയറും പപ്പടവും ഒക്കെ ആക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്ക് മമ്മീനെ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വന്ന് കഴുകിയൊക്കെ പറക്കുമായിരുന്നു. കുറച്ചുണ്ട്, പിന്നെ ഇനി ഇവിടെയൊക്കെ തുടക്കി ഒന്നും കൂടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ പാത്രം കഴുകി നേരെ വെച്ചിട്ട് പിന്നെ പോയത് ഇതാ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം ഉണങ്ങി പിടിച്ച് ഒരുമാതിരി ആവുമല്ലോ. ആകെ മൊത്തത്തിൽ കുളമായി തന്നെ കിടക്കുകയാണ്. കാരണം ഞാൻ രാവിലെ അധികം അങ്ങോട്ട് തുടച്ചില്ല, കാരണം നമുക്ക് ആ ഒരു ഭാഗം മാത്രം തുടച്ച് അടുപ്പിൻ്റെ മേലേക്ക് തുടച്ച് മാറ്റിയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ സമയം പോകുമല്ലോ, കുഞ്ഞിനെ പറഞ്ഞു വിടണമല്ലോ. അങ്ങനെ പിന്നെ ഇതാ ഓരോ കുപ്പിയും എല്ലാം എടുത്ത് ഞാൻ തുടയ്ക്കായിരുന്നു. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുക്കുക, അത്രയ്ക്കും വീണ് എല്ലാത്തിലും കിടക്കുമായിരുന്നു. ഈ ബോട്ടിൽ വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലെല്ലാം ഇങ്ങനെ ഒരുമാതിരി കിടക്കും. ഇനി അതെല്ലാം ഒന്നേന്ന് കഴുകി വെക്കണം. ഇത് കൈയോടെ തുടച്ചില്ലെങ്കിൽ എല്ലാം ഉണങ്ങി പിടിച്ച് ആകെ പിന്നെ കുളമാവും കേട്ടോ. അപ്പം പിന്നെ ഇതാ ബോട്ടിലൊക്കെ ഇങ്ങനെ കാലിയായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. എണ്ണയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മേടിച്ചതെല്ലാം ഇനി ഒഴിച്ച് വെക്കണം. അതിന് പിന്നെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിനകത്ത് പിന്നെ ആ എണ്ണയ്ക്ക് അതിനകത്തൊക്കെ ഞാൻ പിന്നെ ഒഴിച്ച് വെച്ചു. കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബോട്ടിൽ ഞാൻ ഓൺലൈനാണോ മേടിച്ചത്. ഞാൻ ഓൺലൈനിൽ നിന്നാട്ടോ മേടിച്ചത്. എനിക്ക് മീഷോയിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിന് മുന്നേ നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഒരുമിച്ചൊരു വീഡിയോ ആക്കി ചെയ്തിട്ട് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ ഈ ഐറ്റംസിൻ്റെയൊക്കെ ലിങ്ക് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് നോക്കി മേടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എത്ര റേറ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല, അന്നത്തെ റേറ്റാണ് ഞാൻ അതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ സൗണ്ട് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വീണ്ടും വന്നു. അപ്പോൾ നിങ്ങളിലേക്കും എപ്പോഴും കഴിവുള്ളൂ ഇത് ഉച്ച കഴിഞ്ഞേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല, അതുകൊണ്ടാണ് പിന്നെ ഉച്ചക്കലത്തെ സംഭവം കാണിക്കുന്ന. അടിപൊളി മണമാട്ടോ ശരിക്കും പറഞ്ഞാൽ റൈസ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത
വല്ലാത്ത ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട്. 2 ദിവസമായിട്ട് കഴുകിയ തുണികളൊക്കെയാണ്. അതെല്ലാം ഞാൻ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി എല്ലാം വെക്കുമായിരുന്നു. അതെല്ലാം മടക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാൻ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് തുണികളൊക്കെ കൊണ്ടുപോയി സോപ്പ് പൊടിയിലൊക്കെ മുക്കി വെച്ചു. എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമാണ് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞടഞ്ഞ് വരും. നിങ്ങളത് ക്ഷമിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ടും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. പിന്നീട് 1-2 കമൻറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് വയ്യാതായിരുന്ന ആ ഒരു സമയത്ത് ആ കുഞ്ഞിന് ഫ്രണ്ട്സായിട്ട് സഹായിക്കാൻ വേണ്ടി ആരും ഇല്ലായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് അങ്ങനെ ഫ്രണ്ട്സായിട്ട് ആരുമില്ല. ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഒരാൾ മാത്രമാണ്, അത് ഞാൻ മാത്രമാണ് കേട്ടോ, വേറെ അങ്ങനെ ആരുമില്ല. ഫ്രണ്ടായിട്ടും എല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആരുമില്ല. പിന്നെ കുഞ്ഞിന് കസിൻസ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു സമയത്ത് ആരെയും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ആരെയും പറഞ്ഞിട്ട് കുറ്റമില്ല, കാരണം എന്ന് വെച്ചാൽ പലർക്കും പല രീതിയിൽ തിരക്കാണ്. പിന്നെ നമ്മൾ അതിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തിനു വേണം, മറ്റൊരാരുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അവർ വിളിച്ച് മരുന്ന് മേടിക്കുന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആ സമയത്ത് ഐസിയുലായാലും ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര പാടാണ്, കാരണം ഐസിയുലോട്ട് ഓടണം, പിന്നെ മരുന്ന് മേടിക്കണം, അങ്ങനെ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ എഴുതി തരും. അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വരെ പോയി ഞാൻ മരുന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് SP ബോർഡിലോട്ട് കേട്ടോ. അന്നേരം എനിക്ക് എവിടെ അറിയത്തോലും ഇല്ല, അങ്ങനെ ഓടി കുറേ നടന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ICUവിൽ വിളിച്ച് അന്നേരം ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം, അന്നേരം അവരെപ്പോഴും വിളിക്കും, എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ശരിക്കും അങ്ങ് ആകെ പെട്ട ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്തായിരുന്നു എൻ്റെ അനിയത്തി വന്ന് എൻ്റെ കൂടെ നിന്നത്. അവൾ 1 മാസത്തിന് മുകളിൽ എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരമാണ് ശരിക്കും എനിക്കൊരു മനസ്സമാധാനമായി, കാരണം എനിക്കൊന്ന് പുറത്ത് ഫുഡ് മേടിക്കാൻ വേണമെങ്കിൽ പോലും ഞാൻ തന്നെ പോകണമല്ലോ. ആ സമയത്ത് അവളായിരുന്നു പിന്നെ ഓടി നടന്ന് എല്ലാം മേടിക്കുകയും നല്ലൊരു ഹെൽപ്പ് എന്ന് വേണം പറയാം. അവളെൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടിയത് ആ ഒരു സമയത്തായിരുന്നു. കാരണം എനിക്ക് സങ്കടങ്ങളൊക്കെ എനിക്ക് പുറത്ത് ഒന്ന് പറയാനോ ഇല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാനോ എനിക്ക് ആരും ഇല്ല ആ ഒരു സമയത്ത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാട്ടോ ആ ഒരു സമയം. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ച് പിടയും ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ. കാരണം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങളത് പറയണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് ഒരുപാട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ നെഞ്ചിൽ തീയാണ്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, ഒരു മനസ്സമാധാനം ഉണ്ട്. എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, നമ്മളുണ്ടല്ലോ നോക്കാം, പിന്നെ ആരും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വന്ന് നോക്കിയാനേ, അതെനിക്കറിയില്ല. ഇപ്പം ഇനിയിപ്പം നോക്കിയാലും ഇല്ലെങ്കിലും നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്കും നമുക്ക് തോന്നണമല്ലോ, വന്ന് നിന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ ആണ് എന്ന് നോക്കണം എന്ന് തോന്നുന്നത് അവരവർക്ക് തോന്നൽ കൊണ്ട് വരുന്നതാണ്. മിക്കവരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ കിടന്നപ്പോൾ തന്നെ മിക്കവരുടെ കൂടെയും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ 1-2 പയ്യന്മാർക്ക് ആക്സിഡൻറ്റ് പറ്റി കിടന്നുണ്ടാകും. അപ്പോൾ അവർ ഫ്രണ്ട്സായിരുന്നു കൂടെ വന്ന് നിന്നിട്ടുള്ളത് തന്നെ. ലേഡീസ് അങ്ങനെ അധികം ആരെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും എല്ലാവരും വന്ന് ചോദിക്കും, വേറെ ആരും ഇല്ലേ, ആണുങ്ങളാരും വന്ന് കൂടെ നിൽക്കാനില്ലേ, ആണുങ്ങളാരും കൂടെ നിൽക്കാനില്ലേ. ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുമായിരുന്നു. ആരും ഇല്ലാത്ത ഒരു പോലെ ഒരു ഫീൽ. കാരണം ഒറ്റയ്ക്കായിരുന്നു ഞാൻ. കുഞ്ഞിന് ഐസിയുവിൽ കിടന്ന സമയത്തൊക്കെ ഒറ്റയ്ക്ക് 2 മണിക്കായാലും 3 മണിക്കൊക്കെ ICUവിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ തനിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ ചോദിക്കും, വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം, ആരും ഇല്ലാത്ത പോലെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു സമയത്ത്. പക്ഷെ കുഴപ്പമില്ല, നമ്മളുണ്ടല്ലോ. അന്നേരം പിന്നെ നമ്മൾ ഇനിയിപ്പം എന്തൊക്കെ ആയാലും ശരി തന്നെ, ഞാൻ കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി അതൊക്കെ പോട്ടെ. ഞാൻ അങ്ങനെ അത് അവിടേക്ക് തുടച്ചു എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എത്ര തുടച്ചാലും പൊടി ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ തുടച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ വീണ്ടും ആ പൊടി ഇങ്ങനെ നിറഞ്ഞാൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും കേട്ടോ. ആ രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും അങ്ങ് പൊടി കയറിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ഇതാ തുടപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന് കുറച്ച് തുണി ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടെ കഴുകി പെറുക്കി ഇടുകയാണ്. ഈ സമയത്ത് കഴുകി ഇടുവാണെങ്കിൽ നമുക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്ക് എടുത്ത് അകത്ത് ഇടാമല്ലോ, ഒന്ന് തോന്നി കിടക്കും. പിന്നെ രാവിലെ ആ വെയിലത്ത് നിന്ന് കഴിയണ്ട. അതുകൊണ്ട് ഇപ്പം ഞാൻ മിക്കപ്പോഴും ഉച്ച കഴിഞ്ഞിട്ട് കഴുകാൻ നിൽക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങ് വെയിൽ കൊണ്ടങ്ങ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, നല്ല തലവേദനയൊക്കെ ആവും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ. അങ്ങനെ പിന്നെ തുണിയൊക്കെ കഴിഞ്ഞു, പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായിട്ടാണ് ഇത് മേടിച്ച് ഇവിടെ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മൾ അന്നൊരു വട്ടം സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചാണ്. അതിനുശേഷം പിന്നീട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ വെച്ചേക്കാണ്. ഇത് മറ്റേ പാലടയുടെ ആട്ടോ, പാലട മിക്സാണ്. അപ്പോൾ ഇതിനകത്ത് നിറയെ പഞ്ചസാരയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മേടിക്കത്തേയില്ല. കുഞ്ഞിനാണെങ്കിൽ മേടിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് മേടിപ്പിച്ചാണ്. ഇതിനകത്താണെങ്കിൽ ഭയങ്കര മധുരമായിട്ടോ, ഇത് ഹെവി മധുരമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഞാൻ അതിനകത്ത് നിന്ന് ആ ഒരു തരിതരിയായിട്ടെല്ലാം ഇങ്ങനെ
ഇങ്ങനെ പാറ്റി ഇങ്ങനെ, കാരണം മുറം ചീത്തയായിരിക്കുന്നുണ്ട്, മുറത്തിനകത്തിട്ട് പാറ്റാൻ വയ്യായിരുന്നു കേട്ടോ. ഇനി അത് കഴുകിയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിനകത്തിട്ട് ഇങ്ങനെ പാറ്റി ഇങ്ങനെ എടുക്കുകയാണ്. അതിനകത്ത് നിന്നിട്ട് പഞ്ചസാര ഉണ്ടല്ലോ, അത് ഞാൻ ആ മധുരം ഫുള്ളായിട്ട് മാറ്റി. ഒന്നാമത് പഞ്ചസാര അതിലൂടെ പാൽപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മാറ്റി എടുക്കുമായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര മധുരമായിട്ട് കുഞ്ഞൻ കഴിക്കത്തേ ഇല്ല. മധുരം കൂടുതലാണെങ്കിൽ കഴിക്കത്തില്ല. എനിക്കും പറ്റത്തില്ല, അധികം അങ്ങ് മധുരം അങ്ങനെ പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ ഇത്രയും സംഭവം അതിൽ നിന്ന് ഞാൻ മാറ്റിയതാട്ടോ. ഇത്രയും പഞ്ചസാരയാണ് അതിനകത്ത് മധുരം. അപ്പോൾ അത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ ഇത്രയും കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 വട്ടമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഈ ഒരു ചരുവത്തിലാണ് വെക്കുന്നത്. അങ്ങനെ ആ ഒരു ചരുവത്തിനകത്തോട്ട് പിന്നെ വെള്ളവും കൂടി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് ഞാൻ പിന്നെ ഈ തിളച്ച് വന്നപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ല വേവ് ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇത് ആദ്യത്തെ വട്ടം എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഇതിനകത്ത് ഇങ്ങനെ ആക്കിയായിട്ട് എടുക്കുന്നത്. ഇതിനെക്കാട്ടി എളുപ്പമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുക്കറിനകത്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുക്കറിനകത്താണെങ്കിൽ ഒറ്റ അടി അടിച്ചാൽ മതി, വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ അതിനകത്ത് പിന്നെ ഒന്നും കൂടെ വേണമെങ്കിൽ പാലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ നെയ്ക്കകത്ത് വറുത്ത് കോരി അതിനകത്ത് ഇടാം കേട്ടോ. അങ്ങനെ പിന്നെ ഇത് കുറേ നേരമായാലും ഇളക്കി എന്തായാലും സാധനം വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറേ സമയം എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ അതും കൂടെ നെയ്ക്കകത്ത് ചൂടാക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരുപാട് സമയം എടുക്കും വെന്ത് കിട്ടാൻ. ഞാൻ പറയുന്നത് കുക്കറിനകത്ത് ഇടുന്നത് തന്നെയാണ് നല്ലത്. 2ാമത്തെ പ്രാവശ്യം ഞാൻ വേവിച്ചത് കുക്കറിനകത്താട്ടോ. ഇത് നമ്മൾ മുന്നേ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങളോട് ശരിക്കും അത് അന്നന്ന് എടുക്കുന്ന വീഡിയോ അല്ല കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നീട് എഡിറ്റ് ചെയ്ത് അങ്ങനെ പതിയെ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ കുഞ്ഞൻ വന്നു. ആ സമയം കൊണ്ട് പിന്നെ ഞാൻ അരിയൊക്കെ ആട്ടിയെടുക്കാൻ നോക്കുകയാണ്. അപ്പത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ഞാൻ കണ്ടു, അപ്പത്തിൻ്റെ ഇതൊന്ന് കാണിച്ചു തരണേ. പക്ഷേ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അടുത്തൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ അരയ്ക്കുന്നുണ്ട്. ഞാനത് അരയ്ക്കുന്ന വെച്ചാൽ തേങ്ങ അരയ്ക്കും. പിന്നെ കുറച്ച് അതിനകത്ത് നമുക്ക് തേങ്ങ വെള്ളം ഇല്ല, അതും കൂടെ ഒഴിച്ചൊക്കെ കൊടുത്തെടുക്കും. അപ്പം നന്നായിട്ട് കിട്ടും. ചിലപ്പോൾ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങ ഇങ്ങനെ പൂളി തിന്നും. അങ്ങനെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. എനിക്കതിന് ചില സമയത്ത് ഇങ്ങനെ തോന്നും ഇളക്കി തിന്നാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാനിങ്ങനെ ഇളക്കി തിന്നും കേട്ടോ. ഇങ്ങനെ തിരികെ തേങ്ങ ഞാൻ തിന്നത്തില്ല, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അതിനകത്ത് പഞ്ചസാര ഇട്ട് കഴിക്കണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പണ്ട് ചിറ്റ ഇങ്ങനെ ആക്കി തരുമായിരുന്നു. അങ്ങനെ അന്നേരം കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ഇതാ അതൊക്കെ ഒന്ന് അരച്ചെടുത്തു. പിന്നെ നമുക്കിവിടെ പായസം ഒക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം കുഞ്ഞിനെ കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പം ഞാൻ പിന്നെ പായസം ഉണ്ടാക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ കുറേ നാളുകൊണ്ട് പറയുന്നത് എനിക്ക് നീ പാലട മേടിച്ചിട്ട് ഉണ്ടാക്കി തന്നില്ല എന്ന്. അങ്ങനെ പിന്നെ ഒന്നും പറയാതെ കൊണ്ട് കൊടുത്തു. അപ്പം എൻ്റെ അടുത്ത് നോക്കി പായസം ഉണ്ടാക്കിയോ, എന്നിട്ട് എൻ്റെ നോക്കി അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നീ എന്തോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അന്നേരം ഗോതമ്പ് കഞ്ഞിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇതാണോ നിൻ്റെ ഗോതമ്പ് കഞ്ഞിന്ന്. അങ്ങനെ കുടിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. ഇത്തിരി എന്നിട്ട് തന്നെ ഇച്ചിരി മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെയൊക്കെ കുടിച്ചു. പക്ഷെ കൊള്ളായിരുന്നു സംഭവം. വേവാൻ കുറച്ച് സമയം എടുത്തതേ ഉള്ളൂ. അങ്ങനെ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണോ, അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്ക് എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ ഒന്നും വേണമെന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്തു. അത് മതി എന്ന് വിചാരിച്ചു, കാരണം ഒരെണ്ണമായിട്ടല്ലേ നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ പിന്നെ ഒരു പാക്കറ്റ് എടുത്തു. അപ്പോൾ ഞാൻ വെച്ചാൽ കുഞ്ഞിന് വേണ്ടി മാത്രം ഇട്ടാൽ മതി എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ കുറച്ച് ക്യാബേജും ക്യാരറ്റും ഉണ്ടായിരുന്നത് കുറച്ച് അത് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അതെല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് മറ്റേത് വേവുന്ന സമയം കൊണ്ട് പിന്നെ ഞാൻ പോയി ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കൈയോടെ കഴുകി വെക്കുന്നത് നല്ലത്, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടക്കുമല്ലോ. കൂടി പിന്നെ ലാസ്റ്റ് ഫുഡും കൂടെ കഴിച്ച് കഴിയുമ്പോൾ കുറേ കാണും. അന്നേരം പിന്നെ ഭയങ്കര ഒരു മടുപ്പും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത്രയും പാത്രങ്ങളും കൂടെ കാണുമ്പോൾ ദൈവം എന്ത് ക്ഷീണമാണ് എന്നൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ കൈയോടെയും കഴുകി വെച്ചു. അപ്പോഴേക്കും നൂഡിൽസൊക്കെ വെന്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വെജിറ്റബിളൊക്കെ കൂടി ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ എടുത്തു. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ അമ്മൂസിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഫെബ്രുവരി 6 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 2 പേർക്കും ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേർക്ക് ഹായ് ഉണ്ട്. പിന്നെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അച്ഛൻ അമ്മ. അപ്പോൾ 2 പേരും സന്തോഷവും സമാധാനമായിട്ടൊക്കെ ഇങ്ങനെ സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഹായ് പറയാൻ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പു, സജിമോൻ സജി, മക്കളായ അമൽ കൃഷ്ണ, അഭിനന്ദ, അനീന റോയ്, സയന്തിക സന്ദീപ്, ലാലി, ആര്യ സനിൽ, സൈജ കൃഷ്ണൻ എന്നിവരാട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ആ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ചക്കര ഉമ്മയുണ്ട്.
അങ്ങനെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ വെച്ചു. അവിടേക്ക് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയൊക്കെ ആക്കി ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. രാത്രി ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞ് വെള്ളം പിടിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കുറേ പേര് നമ്മൾ വെള്ളം പിടിക്കുന്ന രാത്രി വെള്ളം പിടിക്കാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിൽ ഒറ്റയ്ക്ക് അങ്ങനെ വെള്ളം പിടിക്കാനൊന്നും പോകരുത്, ചുറ്റിയുള്ള ആൾക്കാരെയൊന്നും നമുക്കറിയത്തില്ലല്ലോ, അതുകൊണ്ടൊക്കെ. പക്ഷെ ഞാൻ തനിച്ചങ്ങനെ പോകാറില്ല. കുഞ്ഞൻ വന്ന് അവിടെ നിൽക്കും കേട്ടോ. ആദ്യമൊക്കെ ഇനി തനിച്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു പേടി പോലെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ കുഞ്ഞൻ വന്ന് അവിടെ നിൽക്കും. ആ ഒരു സമയത്താണ് ഞാൻ കതോർന്ന് ഇറങ്ങാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ തിരിച്ച് കയറുന്ന വരെ കുഞ്ഞനവിടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ എൻ്റെ പാൻറ്റ് ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് അറിയത്തില്ല, രാവിലത്തെ സെയിം പാൻറ്റ് തന്നെയാണ്. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ എൻ്റെ ഡ്രസ്സ് നനഞ്ഞായിരുന്നു, തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അത് ഞാൻ വന്നേരം ഊരിയിട്ടിട്ട് നൈറ്റി എടുത്തിട്ടിരുന്നായിരുന്നു. അപ്പം കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ കുഞ്ഞിനോട് ഡ്രസ്സ് എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞപ്പോൾ ഈ സെയിം പാൻറ്റും വേറെ ഉടുപ്പും കൂടെ എടുത്തുകൊണ്ട് തന്നു. പിന്നെ ഇട്ടിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ മാറാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിട്ടുപോവുകയും ചെയ്തു. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഇവിടെ കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ, സീ യു.